ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചൂസാണേ. അപ്പോൾ എന്നാ ഉണ്ടെന്ന് വിശേഷം? എല്ലാവർക്കും ഇന്ന് എന്തുവാ രാവിലെ? എനിക്കിന്ന് പാലപ്പമാണേ. പാലപ്പവും കടലക്കറി. ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടായിരുന്നു കിടന്നത്. ഏതായാലും അത് ഭാഗ്യത്തിന് പൊങ്ങി. അത് കാരണം ഞാനിന്ന് രാവിലെ പാലപ്പം ഉണ്ടാക്കി കടലക്കറിയും വെച്ച്. കടലക്കറി ഒരു ശകലം ലൂസായി പോയോ എന്നൊരു സംശയം. എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണേ. അപ്പോൾ ഇന്ന് രാവിലെ പാലപ്പവും കടലക്കറിയും കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ചെറുക്കൻ പോകാൻ റെഡിയാവുകയാണ്. ഇന്ന് ഷൂ ഒക്കെ ഇട്ടാണോ പോകുന്ന അളിയൻ? കണ്ടോ? ഇവിടെ പോ. അങ്ങാടിയോ? കാണണോന്ന് പറ വീഡിയോസ്. ഓക്കേ. ഞങ്ങൾക്ക് 4 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞല്ലോ. 4 പേരേ ഉള്ളൂ കേട്ടോ. പാതകത്തിൻ്റെ അടിയിൽ കയറി ഇരുന്നതാ ഈ 4 പേരെയും കൊണ്ട്. 4 മുട്ടയൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്നതാണേ. ഞാൻ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന്. ഏതായാലും ഇരിക്കുമല്ലേ, എന്നാൽ പിന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെക്കൊണ്ട് ആ ഏരിയയിലോട്ട് അടുപ്പിക്കത്തുമില്ലായിരുന്നു. അതിൻ്റെ അടിയെങ്ങാനും ക്ലീൻ ചെയ്യാൻ ചൂലുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കൊത്തി ഓടിക്കുമായിരുന്നു. എന്താണല്ലേ 4 പേരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 5 മുട്ടയുണ്ടായിരുന്നു, പക്ഷെ 4 എണ്ണേ വിരിഞ്ഞുള്ളൂ. ഇവരിങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണേ. പക്ഷേ ഇത് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് പോകത്തില്ല. എന്ത് ചെയ്താ? നീ ഒരു കൂടൊക്കെ ഉണ്ടാക്കി. ഓൾറെഡി ഞങ്ങൾക്ക് കൂടുണ്ട്. ഇനി വേറെ ഈ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. അത് വലിയ കോഴികൾ കിടക്കുന്നതാണേ. അപ്പം ഇനി ഒരു കോഴിക്കൂടും കൂടെ ഒക്കെ ഉണ്ടാക്കി ഇതുങ്ങളെ അങ്ങോട്ടേക്ക് തട്ടണം. ഇന്ന് പിന്നുണ്ടല്ലോ, ഞാൻ പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ കൊച്ചി ബിരിയാണി കടയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചു. അങ്ങ് തട്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളത് മിക്കവാറും അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഞാനങ്ങ് തട്ടിയത്. സിട്ടൻ്റെ സ്കൂൾ വരെ പോവാണേ. അവന് മീറ്റിംഗ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കൊക്കെ കിട്ടി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങിന് പോവാം. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ചെറുക്കനെ സ്കൂളിൽ ചെന്നിട്ടുണ്ട്. എന്തൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് സ്കൂളിൽ ചെന്ന് ടീച്ചറിനെ കാണുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് അവൻ്റെ ക്ലാസ്സാണ്. ഏതാണ്ട് കുഞ്ഞ് തലയുണ്ടോ ചെറുക്കന ജെല്ലിൽ കൂടെ നോക്കുന്നുണ്ടോ? മഹാവികൃതിയാ. അവൻ്റെ കൂട്ടുകാരാണേ. വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്നതാ. മാർക്കുള്ളത് കാരണം വലിയ വികൃതി ഒന്നും ഒപ്പിച്ച് വെക്കാത്തതുകൊണ്ട് നാരങ്ങാവെള്ളം വാങ്ങിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് ചാമ്പങ്ങ ഇസ്കി